കുരുരാഷ്ട്രത്തിൻ്റെ മഹാരാജാവും വിചിത്രവീര്യൻ്റെ ആദ്യ ഭാര്യയായ കാശികന്യക അംബികയ്ക്ക് നിയോഗത്തിലൂടെ പിറന്ന പുത്രനും 100 കൗരവരുടെ പിതാവുമാകുന്ന, ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും തൻ്റെ അന്ധതയുടെ ഇരുട്ടിനെ മനഃശക്തിയാൽ തോൽപ്പിച്ച ഗാന്ധാരീപതി ധൃതരാഷ്ട്രർ. ഹസ്തിനാപുരിയുടെ മഹാരാജാവായ ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ പിറന്ന പുത്രന്മാരാകുന്നു ചിത്രാംഗതനും വിചിത്രവീര്യനും. അങ്ങനെ പ്രഥമ സന്തതിയായ ചിത്രാംഗതൻ ഹസ്തിനാപുരിയുടെ ചക്രവർത്തിയാകുകയും എന്നാൽ അധികം താമസിക്കാതെ തന്നെ ചിത്രാംഗതൻ എന്ന ഗന്ധർവനാൽ തന്നെ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നീട് ഹസ്തിനാപുരിയുടെ മഹാരാജാവായത് വിചിത്രവീര്യനാകുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഉദാരമായ കന്യകകളെ ഭീഷ്മാചാര്യർ കണ്ടെത്തി. അവരാകുന്നു കാശി കന്യകകളായ അംബിക, അംബാലികമാർ. എന്നാൽ വിവാഹശേഷം അധികം വിളംബമില്ലാതെ തന്നെ വിചിത്രവീര്യനും ക്ഷയരോഗം നിമിത്തം മൃതിയടഞ്ഞു. എന്നാൽ അനന്തരാവകാശികൾ ഇല്ലാഞ്ഞതിനാൽ ഹസ്തിനാപുരിയുടെ രാജസിംഹാസനം അനാഥമാകാതിരിക്കാൻ രാജമാതാവിനാൽ ഒരു മാർഗം പ്രഖ്യാപിച്ചു. അതാകുന്നു വ്യാസനിൽ നിന്നും നിയോഗത്തിലൂടെ സന്തതികൾ ഉൽപ്പാദിക്കപ്പെടുക എന്നത്. രാജസിംഹാസനം സംരക്ഷിക്കുക. അത് പ്രകാരം അംബികയിൽ ധൃതരാഷ്ട്രരും അംബാലികയിൽ പാണ്ഡുവും പിറന്നു. എന്നാൽ അംബികയ്ക്ക് പിറവി കൊണ്ട കുഞ്ഞ് അന്ധനായിരുന്നുവെന്ന് ഏവരും മനസ്സിലാക്കി. മുൻജന്മ പാപഫലമായി ഉണ്ടായ അന്ധതയാകുന്നു ധൃതരാഷ്ട്രരുടെ അന്ധതയ്ക്ക് കാരണം. അത് ഇപ്രകാരമാകുന്നു. ജന്മജന്മാന്തരങ്ങൾക്ക് മുൻപ് ഒരു സ്വേച്ഛാധിപതിയായിരുന്ന ഒരുവനായിരുന്നു ധൃതരാഷ്ട്രർ. അദ്ദേഹം ഒരിക്കൽ നദീതീരത്ത് കൂടെ നടക്കും വേളയിൽ അവിടെ ഒരിടത്ത് ഒരു കൊറ്റിപ്പക്ഷി തൻ്റെ 100 മുട്ടകളുമായി അടയിരിക്കുന്നതായി അദ്ദേഹം കാണാനിടയായി. എന്നാൽ വിനോദം തോന്നിയ മഹാരാജാവ് ആ അമ്മക്കൊറ്റിയുടെ നേത്രങ്ങൾ കുത്തിപ്പൊട്ടിക്കുകയും ആ മുട്ടകളെല്ലാം തന്നെ തച്ചുടയ്ക്കുകയും ചെയ്തു. എന്നാൽ തച്ചുടച്ച മുട്ടകളിൽ ചിലത് വിരിയാറായിരുന്നവയും ആയിരുന്നു. എന്നാൽ ആ പാവം അമ്മക്കൊറ്റി അവിടെ ഇരുന്ന് വേദന തിന്നുകൊണ്ട് മരണപ്പെട്ടു. ആ കർമ്മഫലം കാലങ്ങൾക്കിപ്പുറം പുനർജന്മത്തിൽ അദ്ദേഹം അന്ധനായി പിറക്കുന്നതിന് കാരണമായി. കൂടാതെ 100 പുത്രന്മാരുടെ മരണം കണ്ട് നീറി ജീവിക്കേണ്ടതായും വന്നു. അങ്ങനെ ധൃതരാഷ്ട്രകുമാരൻ ഭീഷ്മജ്യേഷ്ഠ പിതാവിൻ്റെ ശിക്ഷണത്തിൽ അന്ധനെന്ന അതിർവരമ്പുകളെയെല്ലാം ഭേദിക്കുന്ന തരത്തിൽ ആയുധ പ്രയോഗങ്ങളും ശസ്ത്രപ്രയോഗങ്ങളും ശാസ്ത്രപ്രയോഗങ്ങളും എന്ന് വേണ്ട സകലതിലും നിപുണത തെളിയിച്ചു. കൂടാതെ 1,00,000 ആനകളുടെ ശക്തിയുള്ളവനായി തീരുകയും ചെയ്തു. അത് പിതാവായ വ്യാസമഹാമുനിയുടെ വരദാനവുമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഹസ്തിനാപുരിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സിംഹാസനത്തിൽ ഒരു രാജാവിനെ ഉപവിഷ്ടനാക്കാൻ സമയമായി. രാജനിയമങ്ങൾ പ്രകാരം പ്രഥമ സന്താനമായ ധൃതരാഷ്ട്രനാണ് രാജാവാകേണ്ടിയിരുന്നത്. എന്നാൽ അന്ധനായ ഒരു ഭരണാധികാരി എന്നുള്ളത് ഒരിക്കലും സാധ്യമാകാത്തതിനാൽ തന്നെ തൻ്റെ അർദ്ധ സഹോദരനും നിയോഗത്തിലൂടെ വ്യാസമഹാമുനിക്ക് കൊട്ടാരം സേവകയായ പരിശ്രമയിൽ ജനിച്ച പുത്രനാകുന്ന ഹസ്തിനാപുരിയുടെ യുവമന്ത്രി വിതുരർ പാണ്ഡുവിനെ നിർദ്ദേശിച്ചു. എന്നാൽ താൻ അന്ധതയെ ഭേദിച്ചുകൊണ്ട് തൻ്റെ കഴിവുകളെല്ലാം പ്രകടമാക്കിയത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. അത് രാജസിംഹാസനം ആകുന്നു. അത് തനിക്ക് നഷ്ടമായി എന്ന കാരണത്താൽ ധൃതരാഷ്ട്രകുമാരൻ ഏറെ ദുഃഖിതനും കുപിതനുമായിരുന്നു. അങ്ങനെ കഴിയും കാലത്ത് വിവാഹപ്രായമായ ധൃതരാഷ്ട്രർക്ക് വിവാഹാലോചനകൾ തുടങ്ങിയിരുന്നു. രാജമാതാവായ സത്യവതി. എന്നാൽ അന്ധനായ അദ്ദേഹത്തിന് താങ്കൾക്ക് ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നും രാജകുമാരിമാരെ വധുവായി ലഭിക്കില്ല എന്ന്
മനസ്സിലാക്കിയ രാജമാതാവ് കേവലമൊരു ചെറുപർവ്വത താഴ്വാര രാജ്യമായ ഗാന്ധാരത്തിലേക്ക് സൈന്യത്തോടു കൂടി സർവ്വസൈന്യാധിപനായ ഭീഷ്മരെ പറഞ്ഞയച്ചു. അവിടെ എത്തി ഗാന്ധാര രാജാവായ സുബലന് മുൻപാകെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ മഹാസാമ്രാജ്യമായ ഹസ്തിനാപുരിയുടെ ആവശ്യത്തിനു മുൻപാകെ തൻ്റെ മകളുടെ വിവാഹാവശ്യം സുബലരാജന് സമ്മതിക്കേണ്ടതായി വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രഥമ സന്തതിയായ ശകുനിക്ക് തൻ്റെ പ്രിയ സഹോദരിയെ ഒരു അന്ധനുമായി വിവാഹം കഴിപ്പിക്കുന്നതിൽ യാതൊരുവിധ യോജിപ്പുമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ തൻ്റെ പിതാവിൻ്റെ വാക്കിനെ മറുത്തൊന്നും പറയാതെ അന്ധകാരത്തെ അതിയായി ഭയന്നിരുന്ന ഗാന്ധാരരാജൻ്റെ പുത്രി ഗാന്ധാരി തൻ്റെ പതി അന്ധനായതിനാൽ തന്നെ തൻ്റെ പതിക്ക് തുല്യയായിക്കൊണ്ട് തൻ്റെ പതിക്കില്ലാത്ത കാഴ്ച തനിക്കും വേണ്ട എന്ന് നിശ്ചയിച്ചു. ഒരു ശീലയാൽ തൻ്റെ നേത്രങ്ങളെ എന്നേക്കുമായി അവർ ബന്ധിച്ചു. അതൊരു മഹാതപസ്യെന്നോ ത്യാഗമെന്നോ വിശേഷിപ്പിക്കപ്പെടുന്നു ധരണിയുള്ളിടത്തോളം കാലവും. എന്നാൽ തൻ്റെ സഹോദരിയെ ഒരു അന്ധനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതിൽ കോപിതനായിരുന്നു ശകുനി. തൻ്റെ സഹോദരി സ്വയമേ അന്ധത തിരഞ്ഞെടുത്തത് കണ്ട് തകർന്നു പോയി അയാളും. ഏത് വിധേനയും തൻ്റെ പ്രിയ സഹോദരിയുടെ ജീവിതം ഇത്തരത്തിലാക്കിയ മഹാസാമ്രാജ്യത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്തത്തിൽ. എന്നാൽ സൈന്യബലത്താൽ ഒരിക്കലും അത് സാധ്യമാകുകയില്ല. തൻ്റെ ബുദ്ധിയാൽ കുരുവംശം തന്നെ ഇല്ലാതാക്കുവാൻ ശകുനി തൻ്റെ സഹോദരിപതിയായ ധൃതരാഷ്ട്രരെ തിരഞ്ഞെടുത്തു. അങ്ങനെ കഴിയും കാലത്ത് മഹാഋഷി കിദ്ധമൻ്റെ ശാപം നിമിത്തം രാജ്യഭാരം ഉപേക്ഷിച്ച് വനവാസത്തിനായി പാണ്ഡവും പത്നിമാരും ഗമിച്ചു. ആ അവസരത്തിൽ ഹസ്തിനാപുരിയുടെ കാര്യനിർവഹണ രാജാവായി ധൃതരാഷ്ട്ര മഹാരാജാവ് അങ്ങനെ കഴിയും കാലത്ത് മഹാദേവന്റെ വരപ്രസാദത്താൽ ഗാന്ധാരിക്ക് 100 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടാകുമെന്ന് വരം ലഭിച്ചു. ഗാന്ധാരി ഗർഭവതി ആകുകയും എന്നാൽ ഗർഭകാലം പിന്നിട്ടിട്ടും പ്രസവിക്കാത്ത അവസ്ഥയായി. അങ്ങനെ ഇരിക്കെ പാണ്ഡുപത്നി കുന്തിക്ക് ഒരു ഉണ്ണി പിറവി കൊണ്ടു എന്ന് അറിഞ്ഞു. അത് കേട്ട മാത്രയിൽ ധൃതരാഷ്ട്ര മഹാരാജാവ് രാജ്യാവകാശം പാണ്ഡുപുത്രന് ആകുമോ എന്ന് കരുതി കോപാകുലനായി. ഗർഭകാലം 10 മാസത്തിൽ ഏറെയായിട്ടും ഗാന്ധാരി പ്രസവിക്കാത്തതിൽ അയാൾ അവളെ മാനസികമായി പീഡിപ്പിച്ചു. എന്നതിലുപരി അവളുടെ സേവകിയായ സുഗന്ധയുമായി രമിച്ച് അവളിലൊരു പുത്രോൽപാദനം നടത്തുക എന്നു കരുതി. ഇത്രയൊക്കെ ആയപ്പോൾ ഗാന്ധാരി മാനസികമായി തളർന്നു. അവൾ ഇതുവരെ താൻ പ്രസവിക്കാത്തതിൽ തൻ്റെ ഉദരത്തിൽ സ്വയമേ പ്രഹരിച്ചു. അതിനാൽ തന്നെ അതിശീഘ്രം അവൾ ഒരു മാംസപിണ്ഡത്തിന് ജന്മം നൽകുകയും ആ കാരണത്താൽ തന്നെ ഗാന്ധാരിയോട് ഏവർക്കും അതീവമായ കോപം തോന്നുകയും ചെയ്തു. അങ്ങനെ ഒരു അനർത്ഥം സംഭവിച്ചത് എന്തുകൊണ്ടെന്നറിയുവാൻ വ്യാസമഹാമുനിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം ഈ പ്രശ്നത്തിന് പരിഹാരമായി ഗാന്ധാരി പ്രസവിച്ച മാംസപിണ്ഡം 101 ഖണ്ഡിച്ച് 101 ഗർഭഗൃഹങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ ആയുർവേദ മരുന്നുകൾ ചേർത്ത് നിക്ഷേപിച്ചു. അതുപ്രകാരം കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ് അതിൽ നിന്നും ഒരു പുത്രൻ പിറവികൊണ്ടു. അവനാകുന്നു ദുര്യോധനൻ. അധികം വിളംബമില്ലാതെ തന്നെ മറ്റ് സന്തതികളും പിറവികൊണ്ടു. അത്രയും ആയപ്പോഴേക്കും പാണ്ഡുവിൻ്റെ പുത്രന്മാർക്ക് ഒരിക്കലും ഹസ്തിനാപുരിയിൽ ഒരു സ്ഥാനമുണ്ടാകരുത് എന്ന് ധൃതരാഷ്ട്ര മഹാരാജൻ തീരുമാനിച്ചു. തൻ്റെ തീരുമാനങ്ങൾക്ക് പിന്തുണയായി ശകുനിയും അദ്ദേഹത്തിൻ്റെ കുബുദ്ധിയും അങ്ങനെ പദ്ധതികൾ ആവിഷ്കരിച്ചു. അങ്ങനെ കഴിയും കാലം പാണ്ഡുവിൻ്റെയും പത്നി മാദ്രിയുടെയും മരണം, കുന്തിയെയും അവരുടെ 5 പുത്രന്മാരെയും ഭീഷ്മർ ഹസ്തിനാപുരിയിലേക്ക് കൊണ്ടുവരികയും കുമാരന്മാരുടെ ഏവരുടെയും ഗുരുകുലവാസമെല്ലാം കഴിഞ്ഞു.
അങ്ങനെ ഇരിക്കും കാലത്ത് ഭീഷ്മർ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചു. യുധിഷ്ഠിരകുമാരനെ യുവരാജാവാക്കണം. എന്നാൽ ഭീഷ്മരുടെ വാക്കിന് മറുവാക്ക് പറയുവാൻ മനോധൈര്യമില്ലായിരുന്നു ധൃതരാഷ്ട്രർക്ക്. അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കേണ്ടതായും വന്നു. ദുര്യോധനാദികൾക്കും ശകുനിക്കും പാണ്ഡവരോടും അവരുടെ മാതാവിനോടും അതീവ കോപമായിരുന്നു. അവരോട് ചെയ്തു കൂട്ടുന്ന പാപങ്ങളെല്ലാം കേട്ടും അറിഞ്ഞും ഇരുന്നിട്ടും മനഃപൂർവവും അല്ലാതെയും ഇതിനെല്ലാം കുടപിടിക്കേണ്ടതായി വന്നു ധൃതരാഷ്ട്ര മഹാരാജാവിന്. അങ്ങനെ ഇരിക്കും കാലത്താകുന്നു അരക്കില്ലത്തിൽ പാണ്ഡു കുടുംബം മരണപ്പെട്ടു എന്ന വിവരം അറിഞ്ഞത്. ആ സന്ദർഭത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവ് വിലപിക്കുന്നു. അങ്ങനെ തൻ്റെ നീണ്ട കാലത്തെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്ന ദിവസമായി. തൻ്റെ പ്രഥമ പുത്രനായ ദുര്യോധനൻ്റെ യുവരാജ പട്ടാഭിഷേകം അത് നടത്തി. അങ്ങനെ കഴിയും കാലത്ത് കുരുരാഷ്ട്രത്തെ ഞെട്ടിത്തരിപ്പിച്ചുകൊണ്ട് പാണ്ഡവരുടെയും അവരുടെ ധർമ്മപത്നിയായ പാഞ്ചാലിയുടെയും കുന്തിമാതാവിൻ്റെയും തിരിച്ചുവരവ്, ശേഷമുള്ള രാജ്യവിഭജനവും പകിടകളിയും പാഞ്ചാലി വസ്ത്രാക്ഷേപവും തുടർന്നുള്ള കുരുക്ഷേത്രവും. കുരുക്ഷേത്രകാലത്ത് വ്യാസമഹർഷിയുടെ വരം നിമിത്തം സഞ്ജയൻ എന്ന മന്ത്രിമുഖ്യനാൽ യുദ്ധഭൂമിയിൽ അരങ്ങേറിയ സകല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടേയിരുന്നു ധൃതരാഷ്ട്ര എന്ന പിതാവ്, മുത്തച്ഛൻ, മഹാരാജാവ് എന്നീ പദവികൾ അലങ്കരിക്കുന്ന ആ മനുഷ്യൻ. ഓരോ ദിനവും തൻ്റെ പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും സൈനികരുടെയും തനിക്ക് പ്രിയമുള്ളവരായ എല്ലാവരുടെയും മരണം അദ്ദേഹം ആ നിമിഷം തന്നെ അറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ തൻ്റെ സന്തതി പരമ്പരകൾ എല്ലാം തന്നെ ഇല്ലാതായി. അവശേഷിക്കുന്നത് തൻ്റെ സുഗതയിൽ ജനിച്ച പുത്രനായ യുയുത്സുവും പുത്രിയായ ദുശ്ശളയും പാണ്ഡുപുത്രന്മാരും മാത്രം. അവസാനം യുദ്ധം ജയിച്ചു. ഹസ്തിനാപുരിയിലെത്തിയ യുധിഷ്ഠിരാദികളോട് തൻ്റെ പുത്രന്മാരെ എല്ലാം ഇല്ലാതാക്കിയ ഭീമസേനനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു ധൃതരാഷ്ട്രർ. അങ്ങനെ യുധിഷ്ഠിരനെ ആലിംഗനം ചെയ്തു അദ്ദേഹം. അടുത്തതായി ഭീമനിലേക്ക് തിരിഞ്ഞു. എന്നാൽ ശ്രീകൃഷ്ണന് ധൃതരാഷ്ട്രരുടെ ഉദ്ദേശം നല്ലതുപോലെ മനസ്സിലായിരുന്നു. അദ്ദേഹം ഭീമന് പകരം ഒരു ഇരുമ്പ് പ്രതിമ ആലിംഗനം ചെയ്യിച്ചു. ആ പ്രതിമ തകർന്ന് തരിപ്പണമായി. ശേഷം ആ വൃദ്ധൻ അലമുറയിട്ട് കരഞ്ഞു. തൻ്റെ ഉള്ളിലുള്ള എല്ലാ വിഷങ്ങളും അതിലൂടെ തീർന്നിരുന്നു. എല്ലാ വിദ്വേഷങ്ങളും മറന്നു ധർമ്മപുത്രരെ ഹസ്തിനാപുരിയുടെ ചക്രവർത്തി സാമ്രാട്ടായി അഭിഷേകം ചെയ്തു. പിന്നീടുള്ള കാലം പുത്രദുഃഖത്താൽ ജീവിച്ചു. ശേഷം 15 വർഷങ്ങൾ പിന്നിട്ടു. വാനപ്രസ്ഥം സ്വീകരിച്ച ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും വിതുരരും ഒരു കാട്ടുതീയിൽ ഇഹലോകവാസം വെടിഞ്ഞു. അങ്ങനെ ധൃതരാഷ്ട്ര എന്ന മനുഷ്യജന്മം തൻ്റെ മുൻജന്മ പാപത്തിൻ്റെ ഇരുട്ടിൽ ദുരാഗ്രഹവും ദുശാഠ്യവും അതിമോഹവും അതിൻ്റെ എല്ലാം അനന്തരഫലമായ പുത്രദുഃഖവും എല്ലാം അവസാനിച്ച് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു.